കൊച്ചിയുടെ പിത്തം പിടിച്ച കാലിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു ജന്മമെടുക്കുന്നു, പിറവിയെടുക്കുന്നു. ജനിച്ച ഉടനെ പൊക്കിൾ കൊടിയിൽ നിന്ന് ചുവന്ന കൊടി വലിച്ചൂരിയെടുക്കുന്നു. എന്നിട്ട് സഖാക്കളെ നോക്കി അഭിവാദ്യം ചെയ്യുന്നു. ആ കവിതയുടെ അവസാനം പറയുന്ന ഒരു വരിയുണ്ട്, ജീവിതത്തിൽ അന്നേ വരെ മലം നിറഞ്ഞ പാതാളക്കുണ്ടിന്റെ ഇരുട്ട് മാത്രം കണ്ട മനുഷ്യരാദ്യമായി തല ഉയർത്തി ആകാശം കണ്ടു. പ്രിയപ്പെട്ട സഖാക്കളെ, സമയം ഒരുപാട് വൈകിയിട്ടുണ്ടെന്നറിയാം. വൈകി വന്ന ഞാൻ വിശന്നിരിക്കുന്ന നിങ്ങളോട് അധിക നേരം സംസാരിക്കുക എന്നുള്ളത് കുറച്ച് പാതകമാണ് എന്ന് നല്ല ധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിതീഷായിട്ട് സവിസ്തരം സംസാരിച്ച ഈ സമയത്ത് അധികം ഒന്നും സംസാരിക്കാതെ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന SFI ഇത്തരത്തിലൊരു വിദ്യാർത്ഥി സംഗമം നടത്താൻ തയ്യാറായിട്ടുള്ളത് എന്നതിനെക്കുറിച്ചാണ് വളരെ വിശദമായിട്ട് നിതീഷേട്ടൻ സാർവദേശീയ ദേശീയ കാര്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ, അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ സൂചിപ്പിച്ചു പോയിട്ടുള്ളത്. ഞാൻ വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു പോകാം. ഇടതുപക്ഷം എന്തിനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് എന്നറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികളുടെ മോചനത്തിന് വേണ്ടി, തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യ ഭരണകൂടം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പാർട്ടി ഇവിടെ പ്രവർത്തിച്ച് മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി എന്തുകൊണ്ടായിരിക്കാം SFI അതിനോട് കൂറ് പുലർത്തുന്നത്, SFI എന്തുകൊണ്ടായിരിക്കാം ആ ചേരിക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെയാണ് SFIയുടെ വേദിയിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നേതാവ് P. സുന്ദരയ്യ പറഞ്ഞു വെച്ചൊരു വാചകം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഞാൻ ആമുഖങ്ങളൊന്നുമില്ലാതെ പറഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ടായിരിക്കാം തൊഴിലാളികളുടെ മോചനം സ്വപ്നം കാണുന്ന ഒരു പാർട്ടിയോട് കൂറ് പുലർത്താൻ നാം തയ്യാറാവുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് പണ്ടേ ഈ സംഘടന രൂപീകരിക്കുന്ന കാലം മുതലേ നമ്മുടെ നയം, ഈ സംഘടനയുടെ വേദിയിൽ നമ്മുടെ നേതാക്കന്മാര് പറഞ്ഞു പോകുന്നത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതിങ്ങനെയാണ്. എന്തിനാണ് ഈ സംഘടന എന്ന് ചോദിക്കുമ്പോൾ ഇതാ ഈ നാടിനകത്തുള്ള വിദ്യാർത്ഥികളുടെ കേവല പ്രശ്നങ്ങളിൽ നിന്ന് ആരംഭിക്കുകയും, ഞാൻ പറയുന്നത് വിദ്യാർത്ഥികളുടെ ഫീസ് വർധനവ്, വിദ്യാർത്ഥികളുടെ യാത്രാവകാശം, വിദ്യാർത്ഥികളുടെ കേവല പ്രശ്നങ്ങളിൽ ആരംഭിക്കുകയും വിദ്യാർത്ഥികളുടെ ദൈനംദിന കേവല പ്രശ്നങ്ങളെ ഉയർത്തിക്കാണിച്ചതിൽ നിന്ന് സമരസംഘടനാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും, അവിടെ കഴിഞ്ഞില്ല കേട്ടോ, അവിടുന്ന് തുടങ്ങി പിന്നെ വികസിച്ച് നമ്മളൊക്കെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ വീടിനകത്തിരിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളായ നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ അയൽക്കാർ, നമ്മുടെ നാട്ടുകാർ, ഈ നാടിനകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നങ്ങളെ ഉയർത്തിക്കാണിക്കാനും അഭിപ്രായം പറയാനും സമരം ചെയ്യാനും പക്ഷം ചേരാനും പോരടിക്കാനും പറ്റുന്ന തരത്തിൽ ഈ ലോകത്തെമ്പാടുമുള്ള മനുഷ്യനെ കുറിച്ച് സംവദിക്കാൻ കെൽപ്പുള്ളവനായി വിദ്യാർത്ഥികളെ മാറ്റി തീർക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സംഘടന അതിൻ്റെ ഏറ്റവും വിശാലാർത്ഥത്തിൽ, അതിൻ്റെ ഏറ്റവും പരമ പ്രാധാന്യം കൈവരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരുവിലിറങ്ങുമ്പോൾ അതിനോട് ഐക്യദാർഢ്യപ്പെടാൻ നമ്മൾ മുന്നോട്ടേക്ക് വരുന്നത്. പിന്നെ അടുത്ത ചോദ്യമുണ്ട്, പിന്നെ എന്തുകൊണ്ടായിരിക്കാം SFI, എന്തുകൊണ്ടായിരിക്കാം നാം SFI ആയത് എന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ അതിൻ്റെ മറുപടി കൂടി പറയാം. ഇതൊരു പുതിയ വർഷമല്ലേ. പുതിയ വർഷം എന്ന് പറയുമ്പോൾ ഡിസംബർ മാസം 31-ാം തീയതി ലോകത്തെമ്പാടുമുള്ള മനുഷ്യൻ ഏതെങ്കിലുമൊക്കെ ദിക്കിലിരുന്ന് ആഘോഷിക്കുകയായിരിക്കും. എന്താ ആഘോഷിക്കുക? വരാൻ വേണ്ടി പോകുന്ന ഒരു വർഷം എൻ്റേതാവണമേ, എൻ്റെ കുടുംബത്തിൻ്റെതാകണമേ, എനിക്ക് നല്ല ദിവസങ്ങൾ വരാൻ വേണ്ടി പോകുന്ന വർഷം സമ്മാനിക്കണമേ എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ആഗ്രഹം. കഴിഞ്ഞ വർഷത്തെ വേദനകളില്ലാതെ, അറുതികളില്ലാതെ, വറുതികളില്ലാതെ ഒരു പുതിയ കാലം, പുതിയ വർഷം ഉണ്ടാവണമേ എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ പുതുവർഷത്തെ നേരിടാൻ തയ്യാറാവുന്നത്. എങ്ങനെയാ SFI നേരിടുന്നത്? അവിടെയാണ് എന്തുകൊണ്ടാണ് SFI എന്ന ചോദ്യത്തിന്റെ മറുപടി. എന്താ ഡിസംബർ മാസം 31-ാം തീയതി SFI എതിരേൽക്കുന്നത്? എന്താ ജനുവരി മാസം SFIയെ കാത്തിരിക്കുന്നത്? അവിടെയുണ്ട്, ആ പരിശോധനയിലുണ്ട് എന്താണ് SFI മറ്റ് സംഘടനയിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമായിരിക്കുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി. എന്താണെന്നറിയോ? ഇവിടെ പുഷ്പാടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിതീഷേട്ടൻ. പുഷ്പാടനെ കുറിച്ച് പറയുമ്പോൾ മാധ്യമങ്ങളൊക്കെയും പുഷ്പാട്ടന്റെ വീട്ടിൽ പല നേരങ്ങളിൽ കടന്നു പോയിട്ടുണ്ട്, പലരും പോയിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, പ്രിയപ്പെട്ട പുഷ്പ, നിനക്ക് വേദന തോന്നുന്നില്ലേ? നിനക്ക് എപ്പോഴെങ്കിലും പശ്ചാത്താപം തോന്നിയിട്ടില്ലേ? പോവേണ്ടിയിരുന്നില്ല, കൂത്തുപറമ്പ് സമരത്തിന് പോവേണ്ടിയിരുന്നില്ല എന്ന് നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലേ? നീ വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കിടക്കയിലിരുന്ന പുഷ്പാട്ടൻ പറഞ്ഞ മറുപടി നമുക്ക് മരിക്കുവോളം കാലത്ത്, ജീവനുള്ള കാലത്തോളം ചേർത്ത് വെക്കേണ്ട മറുപടികളിലൊന്ന്. എന്താ പറഞ്ഞത്? എനിക്ക് വേദനയുണ്ട്. എന്തിനാ വേദന? എൻ്റെ വേദന എൻ്റെ സഖാക്കൾ സമരത്തിന്റെ ഭാഗമായി തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി പങ്കെടുക്കാനും ഒരിക്കൽ കൂടി മുഷ്ടി ഉയർത്തിയിട്ട്
ഒന്ന് മുദ്രാവാക്യം വിളിക്കാനും സമരത്തിൽ പങ്കെടുക്കാനും പറ്റില്ലല്ലോ എന്നോർത്തല്ലാതെ എൻ്റെ സഖാക്കളെ ഞാൻ ഇത്ര കാലത്തോളം വേദനിച്ചില്ലെന്ന് മറുപടി പറഞ്ഞ ആവർത്തിച്ച് ആ മറുപടിയിൽ ഉറച്ചു നിന്നൊരു പോരാളിയാ നമുക്ക് നഷ്ടപ്പെട്ടത്. നിതീഷാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഡിസംബർ മാസം 31-ാം തീയതി SFIക്കാർക്ക് മറ്റൊരു ഓർമ്മ ദിനം കൂടിയുണ്ട്. അത് സൈമൺ ബ്രിട്ടോ ദിനം. SFIയുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് സൈമൺ ബ്രിട്ടോയുടെ അനുസ്മരണ ദിവസമാണ്. ഒരു വർഷത്തിന്റെ അവസാന ദിവസമായ ഡിസംബർ മാസം 31-ാം തീയതി നമ്മൾ സൈമൺ ബ്രിട്ടോനെ പഠിക്കണം സഖാക്കളെ. കേശു പരാജയഭീതി കൊണ്ട് പരാജയപ്പെട്ടതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി അന്ന് അഴിച്ചുവിട്ട അക്രമത്തിന്റെ ഭാഗമായി യൗവനമാകും വീൽ ചെയറിൽ ഒതുങ്ങിപ്പോവേണ്ടി വന്ന പോരാളിയുടെ പേരാ സൈമൺ ബ്രിട്ടോ. പഠിക്കണം നമ്മൾ. സൈമൺ ബ്രിട്ടോ എഴുതി വെച്ച ആത്മകഥയുണ്ട് അഗ്രഗാമി. ആ പുസ്തകത്തിന്റെ അടിയിൽ എഴുതി വെച്ചൊരു വരി ഇങ്ങനെയാണ്. ഞാൻ ഒരുപാടൊന്നും പറയില്ല, പക്ഷെ ആ വരികളൊക്കെ നാം പഠിക്കണം. എന്താ എഴുതിയെന്നറിയോ? ഞാൻ മേഘങ്ങൾക്കിടയിൽ അഗ്നിയെ കണ്ടു. നോക്കണം, യൗവനമാകമാനം ഒരു വീൽ ചെയറിൽ ഒതുങ്ങിപ്പോയൊരു മനുഷ്യൻ ലോകത്തിന് ബാക്കി വെക്കുന്ന പ്രത്യാശയുടെ പേരാ അത്. ഞാൻ മേഘങ്ങൾക്കിടയിൽ അഗ്നി കണ്ടു, അണയാതെ ജ്വലിക്കുന്ന അഗ്നി പെയ്തിറങ്ങുന്നതും കാത്ത് ഞാൻ ഇവിടെ ഇരിക്കുന്നു. എപ്പോഴെങ്കിലും കാർമേഘം മൂടിക്കിടക്കുന്ന ആകാശത്ത് ജ്വലിക്കുന്ന അഗ്നി തീമഴ പോലെ പെയ്യുന്നത് കാത്ത് ഞാൻ ഈ വീൽ ചെയറിൽ ഉണ്ടാകും സഖാക്കളെ എന്ന് പറഞ്ഞു വെച്ചു പോയ പോരാളിയുടെ പേരാ സൈമൺ ബ്രിട്ടോ. അദ്ദേഹത്തിന്റെ അനുസ്മരണ ദിവസം ഡിസംബർ മാസം 31-ാം തീയതി. ഞാനിതാ ചുരുക്കാൻ വേണ്ടി പോകുക. അങ്ങനെ 31-ാം തീയതി കഴിയുന്നു, പുതിയ വർഷം കടന്നു വരുന്നു, ജനുവരി മാസം വരുന്നു. ഒരാഴ്ച തികയേണ്ട സഖാക്കളെ. 31 കഴിഞ്ഞ് ഒരാഴ്ച തികയുന്നതിനേക്കാൾ മുമ്പേ ജനുവരി മാസം 4-ാം തീയതി കടന്നു വരുന്നു. രണ്ടുപേർ തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിലും കൊല്ലത്ത് SM കോളേജിലും സമരസംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ വർഗീയവാദികൾ വലതുവാദികൾ കൊലപ്പെടുത്തിയ 2 പേർ, സഖാ VK ബാലനും ശ്രീകുമാറും. ഒരാഴ്ച തികയുന്നതിനേക്കാൾ മുമ്പേ പ്രത്യാശയോടുകൂടി ലോകത്തിലെ ജനത പുതിയ വർഷത്തെ എതിരേൽക്കുന്ന സമയത്ത് ഒരാഴ്ച തികയും മുമ്പേ മനസ്സ് നൊന്ത് വേദനിച്ചുകൊണ്ട് തലകുനിച്ച് ബലികുടീരങ്ങളിൽ പോയി മുഷ്ടി ചുരുട്ടേണ്ട ഗതികേടിന്റെ വേദനയുടെ പേരായിട്ട് SFIയെ കാലമടയാളപ്പെടുത്തുന്നു. പിന്നെയും ദിവസങ്ങൾ പോകുന്നു. ജനുവരി മാസം 10-ാം തീയതി വീണ്ടും ഒരാഴ്ച തികയേണ്ട ജനുവരി മാസം 10-ാം തീയതി നമ്മൾ SFI ആയി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇടുക്കിയിൽ പഠിക്കാൻ പോയൊരു മിടുമിടുക്കനായ വിദ്യാർത്ഥി കേശുക്കാരാൽ യൂത്ത് കോൺഗ്രസിനാൽ കൊലപ്പെട്ടതിന്റെ ഓർമ്മ ദിനം, കൊല ചെയ്യപ്പെട്ടതിന്റെ ഓർമ്മ ദിനം, ധീരജിന്റെ രക്തസാക്ഷി ദിനം. വീണ്ടും പോകുന്നു അതേ ബലികുടീരങ്ങളുടെ മുന്നിൽ പോയിട്ട് മുഷ്ടി ചുരുട്ടി നാം മുദ്രാവാക്യം വിളിക്കുന്നു. തിരികെ വന്ന ആഴ്ചകൾ തികയുന്നതിനേക്കാൾ മുമ്പേ വീണ്ടും സംഘടിക്കണം സഖാക്കളെ. ജനുവരി മാസം 17-ാം തീയതി തിരുവനന്തപുരം ലോ കോളേജിലെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പേരിൽ അരുംകൊല ചെയ്ത വർഗീയവാദികൾ കൊന്നു തള്ളിയ പ്രിയപ്പെട്ട സക്കീറിന്റെ രക്തസാക്ഷി ദിനം കടന്നു വരുന്നു. ഇതിന്റെ പേരാണ് SFI. ഇന്നിതാ ജനുവരി മാസം 24-ാം തീയതി ഇന്നൊരു രക്തസാക്ഷി ദിനം കൂടി കേരളത്തിൽ ആചരിക്കപ്പെടുന്നുണ്ട്. സഖാവ് സാബുവിന്റെ രക്തസാക്ഷി ദിനം. കോട്ടയത്തെ മണ്ണാർക്കാട് PhD വിദ്യാർത്ഥിയായ സാബുവിനെ കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയതിന്റെ ഓർമ്മ ദിനം. അവസാനിക്കുന്നില്ല. 2 ദിവസം കഴിഞ്ഞ നമ്മുടെ സുധീഷ് ഏട്ടൻ ജനുവരി മാസം 26-ാം തീയതി KV സുധീഷ് ഏട്ടന്റെ ഓർമ്മ ദിനം കടന്നു വരാൻ വേണ്ടി പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു മാസത്തെ കണക്ക് മാത്രമാണ്. ഒരു കൊല്ലത്തെ കലണ്ടറുകൾ പരിശോധിക്കുമ്പോൾ എത്ര ദിവസങ്ങളിൽ എത്ര തവണ നാം തല കുനിച്ചുകൊണ്ട് ദുഃഖഭാരം കൊണ്ട് അടക്കിപ്പിടിച്ച് ആത്മരോക്ഷത്തോട് കൂടിയിട്ട് രക്തസാക്ഷികളുടെ കുടുംബങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്ന് നാം പഠിച്ചു നോക്കണം. ആ ത്യാഗത്തിന്റെ സഹനത്തിന്റെ വിശ്വമാനവികതയുടെ പേര് കൂടിയാണ് SFI. അതുകൊണ്ടാണ് നാം SFI ആയത് എന്ന് മറുപടി പറയാൻ വേണ്ടി പറ്റണം. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. പിന്നെ പറയാനുള്ളത്, ഇടതുപക്ഷവും SFIയും വിദ്യാഭ്യാസ മേഖലയും ഈ നാടിനകത്തുള്ള സകലമാന മനുഷ്യന്റെ എല്ലാവിധ മേഖലയിലും ഇടപെട്ട് അവനെ ഇല്ലാതാക്കുന്ന സകലമാന കാടത്ത നയങ്ങൾക്കെതിരായിട്ടും പ്രതിരോധിക്കുന്ന സമയമാണ്. സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുള്ള സമരം അതൊന്നും ഞാൻ ദീർഘിപ്പിച്ച് പറഞ്ഞു പോകേണ്ടതായിട്ടില്ല. ഇന്ന് നാം സംസാരിക്കുന്ന ഈ സമയത്തും കാലടി സർവകലാശാലക്കകത്ത് വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് 17-ാം ദിവസം സമരവുമായി മുന്നോട്ടേക്ക് പോകുന്നു. കേരള സർവകലാശാലയിൽ ഇന്ന് സമരം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി നിരന്തരം സമരവുമായിട്ട് SFIയുടെ സഖാക്കൾ തെരുവിലിറങ്ങിയാണ്. അപ്പൊ നമ്മൾ കേൾക്കുന്ന ഒരു വാദമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷവും സംഘപരിവാറും ഒന്നല്ലേ, നിങ്ങളെല്ലാം ഒന്നല്ലേ, പിണറായി വിജയനും നരേന്ദ്രമോദിയും ഒരുപോലെയല്ലേ? ഇതാ ഇപ്പൊ കേൾക്കുന്നത്. ഇതിപ്പോ വലിയ വാദമായിട്ട് വരുന്നുണ്ട്. മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും വലതുമാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയാണ് എന്താ സംഘപരിവാറും കമ്മ്യൂണിസവും തമ്മിലുള്ള ബന്ധമെന്ന്. അതുകൂടി പറഞ്ഞ് ഞാൻ തീർക്കും. ആ പൊള്ളത്തരത്തെ, ആ കള്ളത്തരത്തെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഉദാഹരണം മാത്രം മതി സഖാക്കളെ. ആ ഉദാഹരണം പുഷ്പേട്ടനൊക്കെ കഴിഞ്ഞ വർഷം നമ്മളെ വിട്ടു പോയപ്പോ
അതേ കാലയളവിൽ കേരളത്തിന് നഷ്ടപ്പെട്ട മറ്റൊരു വിപ്ലവകാരിയുടെ പേരുണ്ട്, സഖാവ് MM ലോറൻസ്. ഒരൊറ്റ ഉദാഹരണം മതി. കേരളത്തിലെ ഇടതുപക്ഷവും ഈ നാടിനകത്തുള്ള സംഘപരിവാറും തമ്മിൽ എത്ര കാതം ദൂരമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരൊറ്റ മനുഷ്യന്റെ അനുഭവം മതി. ആരാ MM ലോറൻസ്? ചുള്ളിക്കാട് എഴുതി വെച്ചിട്ടുണ്ട് MM ലോറൻസിനെ പറ്റിയിട്ട്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതി വെച്ചത്, കൊച്ചിയുടെ പിത്തം പിടിച്ച കാലിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് ജന്മമെടുക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ച് എഴുതി വെച്ചതാ കവി. കൊച്ചിയുടെ പിത്തം പിടിച്ച കാലിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് ജന്മമെടുക്കുന്നു, പിറവിയെടുക്കുന്നു. ജനിച്ച ഉടനെ പൊക്കിൾ കൊടിയിൽ നിന്ന് ചുവന്ന കൊടി വലിച്ചൂരിയെടുക്കുന്നു. എന്നിട്ട് സഖാക്കളെ നോക്കി അഭിവാദ്യം ചെയ്യുന്നു. ആ കവിതയുടെ അവസാനം പറയുന്ന ഒരു വരിയുണ്ട്, ജീവിതത്തിൽ അന്നേ വരെ മലം നിറഞ്ഞ പാതാളക്കുണ്ടിന്റെ ഇരുട്ട് മാത്രം കണ്ട മനുഷ്യർ ആദ്യമായി തല ഉയർത്തി ആകാശം കണ്ടു. തീട്ടം ചുമക്കുന്ന തോട്ടിത്തൊഴിലാളികൾ, മലം ചുമക്കുന്ന തോട്ടിത്തൊഴിലാളികളെ സംഘടിപ്പിച്ച പോരാളിയുടെ പേരാ MM ലോറൻസ്. MM ലോറൻസ് ആ സഖാക്കളെ എന്ന് വിളിച്ച് ചേർത്ത് പിടിച്ചതിന്റെ, ആ ത്യാഗത്തിന്റെ, ആ പോരാട്ടത്തിനെ കുറിച്ചാണ് ചുള്ളിക്കാട് എഴുതി വെച്ചത്. ആദ്യമായി തീട്ടം നിറഞ്ഞ പാതാളക്കുണ്ടിന്റെ ഇരുട്ടിൽ നിന്ന് ആദ്യമായിട്ട് ആകാശത്തിന്റെ വെളിച്ചം കാണാൻ തൊഴിലാളികളെ പ്രേരിപ്പിച്ച MM ലോറൻസ്. MM ലോറൻസ് മരിച്ച സമയത്ത് ഒരുപാട് ചർച്ചകൾ വന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ സമയത്ത് ഒരു പോസ്റ്റ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നു. എന്താ പോസ്റ്റ്? ജീവിച്ചിരിക്കുന്ന കാലത്ത് MM ലോറൻസ് സഖാക്കൾക്ക് വേണ്ടി ഒരു കുറിപ്പ് എഴുതി വെച്ചു. ആ കുറിപ്പ് ഇങ്ങനെയാണ്, 1000 തവണ ആവർത്തിച്ച് പഠിച്ചു പോവേണ്ട കുറിപ്പ്. എന്താ പറഞ്ഞത്? എന്റെ സഖാക്കളെ എനിക്കൊരു മകളുണ്ട്. എന്റെ മകൾ ഈയിടെയായിട്ട് മതവർഗീയ സംഘടനകളോട്, മതവർഗീയ പാർട്ടിയോട്, സംഘപരിവാറിനോട് ഐക്യം പുലർത്തുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സഖാക്കളെ, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് MM ലോറൻസ് എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പറയുകയാണ്, എന്റെ മകളായിരുന്നാലും ശരി, എന്റെ ചോരയിൽ പിറന്ന മകളായിരുന്നാലും ശരി, വർഗീയതയോട് കൂറു പുലർത്താൻ ശ്രമിച്ചാൽ MM ലോറൻസിന് ചോരയിൽ പിറന്ന മകളേക്കാൾ വലുത് പാർട്ടിയാണെന്ന് എഴുതി വെച്ച ധീരനായ വിപ്ലവകാരിയുടെ പേരാ, ഈ നാടിനകത്തെ വലിയ പോരാട്ടത്തിന് പിറവി കൊടുത്ത നേതാവിന്റെ പേരാ MM ലോറൻസ്. ഇതെന്താ ഞാൻ പറഞ്ഞെന്നറിയോ? മരിച്ചു കഴിഞ്ഞ ശേഷം MM ലോറൻസ് ബാക്കി വെച്ച വർഗീയതയോട് സന്ധി ചെയ്യാതെ ജീവിതത്തിന്റെ കാര്യം ഞാൻ ഇവിടെ പറയുമ്പോ, അവിടെയാണ് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ RSSന് BJPക്ക് ശാഖ പണിയാൻ ഭൂമി കൊടുക്കുന്ന വാർത്ത കടന്നു വരുന്നത് എന്നതും കൂടി നിങ്ങൾ പരിശോധിക്കണം, നോക്കണം. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ വാർത്ത കേട്ടത്. MM ലോറൻസ് പറയുക, എനിക്കെന്റെ മകളേക്കാൾ വലുത് പാർട്ടിയാണ്, ഈ നാട്ടിലെ തൊഴിലാളികളാണ്. അപ്പോഴാണ് അപ്പുറത്ത് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർ, എനിക്കിതാ കുറച്ച് ഭൂമിയുണ്ട്, അത് BJPക്ക് കൊടുക്കണം, ഞാൻ മുന്നേ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസുകാരനായ സന്ദീപ് വാര്യർ ഇവിടെ ശാഖ പണിയാൻ വേണ്ടിയിട്ട്, ഇവിടത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, മതസ്ഥാപനങ്ങൾ പണിയാൻ വേണ്ടിയിട്ടുള്ള പണം കൊടുക്കുന്നത് എന്ന് നാം പരിശോധിക്കണം. അത്ര കണ്ട് ദൂരമുണ്ട് കമ്മ്യൂണിസവും വലതുപക്ഷവും തമ്മിലെന്ന് നാം പഠിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് SFI, എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന് ചോദിക്കുമ്പോൾ 1000 ഉത്തരങ്ങൾ പറയാൻ, ജീവിതങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, പോരാട്ടങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തിയുള്ളവരായിട്ട് നാം മുന്നോട്ടേക്ക് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, വരുംകാല പോരാട്ടങ്ങൾക്ക് ചരിത്രബോധത്തോടുകൂടി അണിചേരാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇത്ര നേരം കേട്ടുനിന്നതിലുള്ള എല്ലാവിധ സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.